ഒന്ന് ഇമാം മഹദി വരും. മഹദി എന്ന് പറഞ്ഞാൽ 3 തരം മഹദി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. മഹദി ഉണ്ട്, ഖാദിയാനികൾക്കൊരു മഹദി ഉണ്ട്, അത് കള്ള മഹദിയാണ്. ഷിയാക്കൾക്കൊരു മഹദി ഉണ്ട്. ഇപ്പോൾ ഫലസ്തീൻ്റെ യുദ്ധം നടന്നപ്പം യാ മഹദി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വലിയ ഹിറ്റ് ചെയ്യുന്നല്ലോ. ആ മഹദി ഇസ്ലാമിൻ്റെ മഹദിയല്ല. എന്നാൽ പ്രവാചകൻ പറഞ്ഞൊരു മഹദി വരാനുണ്ട്. അത് മക്കയിൽ നിന്നാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് വരിക. അദ്ദേഹത്തിൻ്റെ പേരും മുഹമ്മദ് എന്നായിരിക്കും, മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നായിരിക്കും. അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ആകുന്ന സന്ദർഭത്തിൽ ഫലസ്തീൻ്റെ ഭാഗത്തേക്ക് പോകും. ഇതിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ആ പള്ളിയിൽ ഇമാം ആരായിരിക്കും? ഇമാം മഹദി ആയിരിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഖിയാമത്തിന് അടയാളപ്പെട്ടതാണ്. അപ്പോൾ മഹദീൻ്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇമാം മഹദി വരിക. ആ മഹദിയുടെ അടയാളങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അദ്ദേഹം വെളുത്ത ഒരു മനുഷ്യനായിരിക്കും. അതുപോലെ തന്നെ മുസ്ലിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകും, ഭൂമിയിൽ നല്ല ഫലവർഗ്ഗങ്ങൾ മുളച്ചു വരും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് മസീഹ് ദജ്ജാൽ വരിക. മസീഹ് ദജ്ജാൽ പ്രവാചകൻ പറഞ്ഞ് ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന മസീഹ് ദജ്ജാൽ ഫിത്ന. അത് മാത്രം ഒരുപാട് വിശദീകരിക്കേണ്ട പ്രധാന പോയിന്റുകൾ മാത്രം. മസീഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു കണ്ണ് നല്ല ശരിക്കുള്ള കണ്ണായിരിക്കും. മനുഷ്യനാണ്. മസീഹ് ദജ്ജാൽ ആദമിൻ്റെ മക്കൾപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അള്ളാഹു ഒരു പ്രത്യേക പരീക്ഷണമായി പടച്ചതാണ്. ഒരു കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പഴുത്ത മുന്തിരി പോലെ ഇങ്ങനെ തുറച്ച് നിൽക്കുന്നുണ്ടാവും. ആ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല. അവൻ്റെ ഇവിടെ അങ്ങനെ കഫറാന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മുഅ്മിനീങ്ങൾക്ക് വായിക്കാൻ കഴിയും. അവന് വലിയ അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അവനോട് പ്രകടിപ്പിക്കുന്ന, അവൻ്റെ കയ്യിൽ നരകം ഉണ്ടാവും, സ്വർഗ്ഗം ഉണ്ടാവും. നരകം നിറ തീ ഉണ്ടാവും, സ്വർഗ്ഗം നിറ വലിയ തോട്ടം ഉണ്ടാവും. യഥാർത്ഥ ഈ നരകം ഇതായിരിക്കും ഒറിജിനൽ തോട്ടം. അതിനോട് ആളുകളെ പറ്റിക്കാൻ, അവൻ ആളുകൾ മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഒരു മുഅ്മിനെ കൊല്ലും, എന്നിട്ട് ആ 2 തല അപ്പുറത്തേക്കും കാലപ്പുറത്തും ആക്കിയിട്ട് ഇടയിൽ കൂടെ നടക്കും, എന്നിട്ട് നീച്ചു പോകാന്ന് പറഞ്ഞ് നീച്ചു വരും. പക്ഷെ പിന്നീട് ആ മനുഷ്യനെ കൊല്ലാൻ അവന് കഴിയില്ല. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഒരുപാട് അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അവസാനം ഈ ദജ്ജാലിൻ്റെ ഫിത്നകൾ 40 ദിവസമാണ് ഭൂമി ജീവിക്കുക. അത് ഒരു ദിവസം 40 വർഷത്തെ വൈദൂരം ഉണ്ടാവുന്ന കാലഘട്ടം ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞു. ഒരു ദിവസം 40 മാസത്തെ, മറ്റൊരു ദിവസം 40 ദിവസത്തെ, മറ്റൊരു ദിവസം 4 ആഴ്ചത്തെ ദിവസം, മറ്റു ദിവസങ്ങളൊക്കെ. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് അവൻ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും എത്തും. മക്കയിലും ഹറമിലും മദീനയിലും അവൻ പ്രവേശിക്കാൻ ഉണ്ടാവില്ല. ആ 2 ഹറമുകൾക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. മദീനയിലേക്ക് അവൻ ഉഹുദ് മലൻ്റെ മുകളിൽ ഇങ്ങനെ കയറിന്നിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഉഹുദ് മലനെ, അതുപോലെയുള്ള മുനാഫിക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും. എന്നിട്ട് ഏതാണ് ഈ വെള്ളക്കൊട്ടാരം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉഹുദ് മലൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ മസ്ജിദ് നബി നോക്കിയാൽ നിങ്ങൾ ശരിക്കും ദജ്ജാൽ പറഞ്ഞാൽ ഒരു വെള്ളക്കൊട്ടാരം പോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ പള്ളി വരുന്നില്ലേ, ഇനി വികസിക്കാൻ വല്ല മാർബിളും ടൈൽസൊക്കെ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫിത്നകൾ അവൻ കാണിക്കും. അവൻ്റെ അന്ത്യം ഈസാ നബിയിലൂടെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷെ അവൻ്റെ ആ ഫിത്നയിൽ റസൂൽ പറഞ്ഞ സംരക്ഷണം എന്ന് വെച്ചാൽ മൻ ഹഫിള 10 ആയാത്തി മിൻ അവ്വലി സൂറത്ത് കഹ്ഫിൽ നിന്ന് 10 ആയത്ത്, ആദ്യത്തെ 10 ആയത്തിൽ പഠിച്ചാൽ അയാൾക്ക് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മുടെ കാലത്ത് വലുത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അള്ളാഹു വയസ്സ് എന്നാൽ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാലും അത് 10 ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഹറമിൽ പോയി താമസിക്കുക. പക്ഷേ ഹറമിൽ പോയി താമസിച്ചാലും നമ്മൾ ഉള്ളിൽ നിഫാഖുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഹറമ് നമ്മളെന്ത് ചെയ്യും, പുറത്തേക്കിടുന്ന, നമുക്കവിടെ താമസിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കാരണങ്ങൾക്ക് നമുക്കവിടെ പുറത്ത് പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും. ദമസ്കസിലെ മനാർത്തുൽ ബൈളയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. 2 മലക്കുകളുടെ ചിറകിന്മേൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി ഇറങ്ങി വരിക. ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച് തലയിൽ നിന്ന് വെള്ളമുറ്റി കുളിച്ച് തല ഉയർത്താതെ തലയിൽ നിന്ന് വെള്ളം ഉറ്റി വരുന്ന രൂപത്തിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. ഈസാ നബി വരുമ്പോൾ ലോകത്തുനിന്നൊക്കെ സുഗന്ധം പരക്കും. ആ സുഗന്ധം എത്തിയ സ്ഥലത്തുള്ള മുഴുവൻ ജൂതന്മാരും കാഫിറുകളും മരിച്ചു പോകുന്ന, മുസ്ലിമീങ്ങൾക്ക് ഇത് വലിയ ഊർജ്ജം കിട്ടും. അങ്ങനെ ഈ മഹദിയുടെ കൂടെ സുബഹി നിസ്കരിച്ച് അതിനുശേഷം ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി പോകും. സുബഹി നിസ്കരിച്ചതിന് ശേഷം മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. ബാബുൽ ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ദജ്ജാലിനെ വധിക്കുക. ബാബുൽ ലുദ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഇസ്രായേലിലെ ഒരു എയർപോർട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഏകദേശം ദജ്ജാൽ ഇറാൻ്റെയും അസ്ബഹാൻ്റെയും സ്ഥാനത്ത് നിന്ന് വരിക. അതോ ഇന്നത്തെ ഇപ്പോൾ ഈ ഗ്രേറ്റ് ഇസ്രായേലിലൊക്കെ അവർ പറഞ്ഞല്ലോ, ഇറാൻ അടക്കം സൗദി അടക്കം വികസിക്കുന്നൊരു ഇസ്രായേലാണ് ഇന്നത്തെ ഇസ്രായേൽ സ്വപ്നം കാണുന്നത്. അത് അവിടെ ഖിയാമത്താളാക്കുമ്പോൾ അവിടേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ദജ്ജാൽ വരിക. അവൻ്റെ കൂടെ അധികം ഉണ്ടാകുക ജൂതന്മാരും പെണ്ണുങ്ങളായിരിക്കും. കാരണം ഈ പെണ്ണുങ്ങൾ അത്ഭുതം കണ്ട വേഗം വീണുമല്ലോ. മാജിക് കണ്ട പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, നടന്ന് അരച്ച് കഴിഞ്ഞിട്ട് ആണ് വിശ്വാസം. അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ ചങ്ങലെടുത്ത് കെട്ടിയിടുന്നതാണ് വിശ്വാസം പറഞ്ഞത്. ഈ ദജ്ജാൽ വന്ന് കേട്ടാൽ പെണ്ണുങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തോലും അടച്ച് പൂട്ടി ചങ്ങലിട്ട് കെട്ടിയിട്ടോളില്ലെങ്കിൽ ഒരു പോയ ദജ്ജാലിൻ്റെ അനുയായികളായി മാറും. അത് കഴിഞ്ഞ് പിന്നീട് യജൂജ് മാജൂജ് വരും. യജൂജ് മാജൂജ് എന്ന് പറഞ്ഞാൽ സൂറത്ത് കഹ്ഫിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വലിയ
ജനക്കൂട്ടമാണ് ദുൽഖർനൈൻ മതിൽ കെട്ടി തിരിച്ചത്. ഇപ്പോൾ ഖുറാനിലിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഗൂഗിൾ മാപ്പും ഈ ഗൂഗിൾ പിന്നെ സാറ്റലൈറ്റൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ കൗമിനെ കാണാൻ കഴിയണില്ലല്ലോ. അള്ളാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ഈ ഭൂമിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അത്രയും വലിയ ജനസഞ്ചയം ഉണ്ടാവുമായിരുന്നു. ഒരു യജൂജ് മഅജൂജിൽപ്പെട്ട ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് 1000 കുഞ്ഞുണ്ടാവുന്ന ഹദീസിലുള്ള. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഇതൊക്കെ എവിടെ? അത് ഖുറാൻ പറഞ്ഞാണ്. ഇതൊക്കെ ഹദീസിലാണ്, എന്നോ ചവിട്ടി കൂട്ടിയ ആളുകൾ തട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഖുറാനിലായിരുന്നു. പിന്നെ തട്ടത്ത് സൂറത്ത് കഹ്ഫിലുണ്ട്. ആ മതിലിന് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻകുല്ലി എന്താ പറയുക, എല്ലാ സാഹിബിലൂടെ ഇറങ്ങി വരും. ഭൂമിയിൽ മൊത്തം കൊലയും ഫസാദും അവരുണ്ടാക്കും. ഇതിന് ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഏകദേശം കൊന്നു തീർക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ ഭൂമിയിലുള്ളവരെ കൊന്നു, ഇനി ആകാശത്തേക്കുള്ളവരെ കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഒരു അമ്പ് ചെയ്യുന്ന. അപ്പോൾ അമ്പ് തിരിച്ചു വരുമ്പോൾ അതിൽ ചോര ഉണ്ടായിരിക്കും. അങ്ങനെ അമ്പ് ഇങ്ങനെ കുത്തി നിൽക്കും ഭൂമിയിൽ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും അവിടെ അമ്പായിരിക്കും. അവസാനം ഈസാ നബി അന്ന് ഭൂമിയിലുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് പറയും, ഈ യജൂജ് മഅജൂജിനെ എതിരാൻ ഈസാ താങ്കൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തൂരിസിലേക്ക് പോകണം. അങ്ങനെ ഈസാ നബിയും അന്നുള്ള മുസ്ലിങ്ങൾ തൂരിസിനേക്ക് അഭയം തേടും. പക്ഷേ തൂരിസിനയിൽ ഈസാ നബിനെ അവർ വളയും. അപ്പോൾ ഈസാ നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ കഴുത്തിൽ, ഈ ഒട്ടകത്തിൻ്റെ കഴുത്തിലുണ്ടാകും ചീഞ്ഞു പോകുന്ന രോഗം ഉണ്ടാകുന്ന ഒരു പുഴുണ്ട്. അപ്പോൾ അവരുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അതൊരു പുഴു കൊടുക്കും. ആ പുഴു തിന്ന് അവർ ഭൂമിയിൽ മയ്യത്തായി വീഴും. ഇതൊക്കെ ഹദീസിലുള്ള, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകണം. ആ മയ്യത്ത് പിന്നെ ഭൂമിയാകെ നാറി വാകുന്ന അവസ്ഥ, മുസ്ലിങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അള്ളാഹു വലിയ കഴുകന്മാരെ, വലിയ പക്ഷികളയച്ച മയ്യത്തുകളൊക്കെ എടുത്ത് ശുദ്ധീകരിച്ച് ഭൂമിയെ അള്ളാഹ് ശുദ്ധീകരിക്കും. അതിനുശേഷമാണ് ഭൂമിയോടെന്ന് പറയും, ഓ ഖുറുജി ബർക്കത്തേക്ക്, നിൻ്റെ വർക്കത്തിനെ നീ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഭൂമിയിൽ അന്ന് ഈ ലോകം കണ്ടതിനേക്കാൾ ഈ ലോകം കണ്ടത് ഏറ്റവും വലിയ ബർക്കത്ത് ഭൂമിയിലുണ്ടാവും. ഓരോ ഫലങ്ങൾക്ക് ഇപ്പോൾ റസൂൽ പറയും, ഒരു ഉറുമാമ്പഴം ഉണ്ടല്ലോ, ഉറുമാമ്പഴം. ആ ഉറുമാമ്പഴം ഒരു കബീലയ്ക്ക്, ഒരു ഗോത്രത്തിന് തിന്നാൻ മാത്രം ഉണ്ടാവും. ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തണൽ കൊള്ളാൻ ഇരിക്കാൻ മാത്രം ഉണ്ടാവും. ഒരു ആടിൻ്റെ പാല് ഒരു കറിയത്തിന്, ഒരു ഗോത്രത്തിലുള്ള ആളുകൾക്ക് മാത്രം, ഏകദേശം ഒരു 100 കുടുംബത്തിനൊക്കെ ഒരു ആടിൻ്റെ പാലും, അത്രയും ബർക്കത്തുള്ള സമുദായമായിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കും. അദ്ദേഹം ഹജ്ജ് ചെയ്യും, പിന്നീട് അദ്ദേഹം മരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം ഹിജാസിൻ്റെ ഭാഗത്ത് നിന്ന് തീ പുറപ്പെടും. ആ തീ ഒരു കാറ്റടിച്ച് തീ പുറപ്പെടും. ആളുകളൊക്കെ ഷാമിലേക്ക് ഒരുമിച്ച് കൂടും. അന്ന് പിന്നീട് അവിടെയുള്ള ആളുകൾ മരിക്കും. പിന്നീട് അള്ളാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകില്ല. അലിഹിം തഖൂമുസ്സാ. ആ അത്രയും വൃത്തികെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായി മനസ്സിലാക്കുന്ന, അള്ളാഹ് എന്ന് പോലും പറയാത്ത ഒരാളുകൾ കൂട്ടം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് അന്ത്യനാൾ സംഭവിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. ഞാൻ ചില കാര്യങ്ങൾ, പോയിന്റുകൾ മാത്രം പറഞ്ഞു പോയി എന്നുള്ളൂ. ഏതായിരുന്നാലും ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഏകദേശം പിന്നെ എന്താ പറയുക, ഒരു കെട്ടുകഥകളോ അല്ലെങ്കിൽ ഒരു ഭാവനാ വിലാസങ്ങളൊന്നുമില്ല. ഒക്കെ ഖുറാനിലും ഹദീസിലൊക്കെ വന്ന കാര്യം. പക്ഷേ ഇതിലൊക്കെ ഖേദകരമായ കാര്യം എന്താ വെച്ചാൽ, ഇതിനൊക്കെ പലതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ദജ്ജാൽ നിഷേധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈസാ നബിൻ്റെ വരവിനെ നിഷേധിക്കുന്നവരുണ്ട്. അപ്പോൾ ഖാദിയാനികൾ ഈസാ നബി വരില്ല എന്ന് പറഞ്ഞാൽ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ദജ്ജാലൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറഞ്ഞതൊക്കെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുക. അത് നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ, ഇപ്പോൾ യജൂജ് മഅജൂജ് നമ്മൾ അംഗീകരിക്കണില്ലേ? ഈ ഭൂമിയിലിപ്പോൾ എവിടെയൊക്കെ നമുക്ക് ശരിക്കും സാറ്റലൈറ്റ് ഗൂഗിൾ സെർച്ച് ഒക്കെ കാണാൻ കഴിയും. ഭൂമിൻ്റെ ഓരോ പ്രദേശങ്ങളും കാണാൻ കഴിയും. പക്ഷേ ഇങ്ങോട്ട് നമ്മളാരെ യജൂജ് മഅജൂജിൻ്റെ കോട്ട ഉണ്ടോ? ദുൽഖർനൈൻ കിട്ടിയ മതിൽ നമ്മളാരെയും കണ്ടിട്ടുണ്ടോ? പക്ഷെ അത് ഖുർആനിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമുക്ക് അവർ ആയത്തുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുമെന്നുള്ള പറഞ്ഞു. നമ്മൾ